ഹിന്ദുരക്ഷാദൾ നേതാവ് പിങ്കി ചൗധരി പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അയോധ്യയിലെ മോഷണങ്ങളിൽ യാതൊരു പരിഭവവുമില്ല എന്നാണ്. അത് ഹിന്ദുക്കൾ കട്ടുകൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു ഛേദവുമില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ഇമാതിരി ഹിന്ദുത്വവാദികളാണ് വേണ്ടത്. അത് കേട്ടുനോക്കൂ. राम मंदिर में चंदा चोरी हो गया है, अबे तुम्हें क्या फर्क पड़ रहा है? हिंदू का दिया हुआ पैसा हिंदू के पास गया. എന്നാൽ ചൗധരിയുടെ ചിന്തയല്ല നാടിന്. ഹിന്ദുത്വവാദികളും അല്ലാത്തവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് രാമക്ഷേത്രം മുതൽ കുംഭമേള വരെ നടന്ന പകൽക്കൊള്ളയെക്കുറിച്ചാണ്. അന്വേഷിക്കും തോറും വ്യാപ്തിയേറിയുന്ന അയോധ്യയിലെ രാമക്ഷേത്ര കൊള്ളയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിലെത്തിയിരിക്കുകയാണ്. കൊള്ളയിലെ അനധികൃത പണമിടപാടുകൾ സങ്കല്പങ്ങൾക്കപ്പുറത്തായ സാഹചര്യത്തിലാണ് കള്ളപ്പണ നിരോധന നിയമപ്രകാരം ED അന്വേഷിക്കണമെന്ന് UP പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ SIT നടത്തിയ അന്വേഷണത്തിൽ രാമക്ഷേത്ര സംഭാവനയിൽ ഏറ്റവും വലിയ കൊള്ള നടന്നത് കുംഭമേളയിലാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം ഉയരുക സ്വാഭാവികം. ആരാണ് രാമക്ഷേത്രത്തിന് പിന്നിലെ കൊള്ള ആദ്യം പുറത്തു കൊണ്ടുവന്നത്? അഴിമതി നടന്നുവെന്ന് ആരോപിച്ച് 2021 വലിയ വിവാദങ്ങൾ ഉയർന്നത്. ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗും സമാജ്വാദി പാർട്ടി നേതാവ് പവൻ പാണ്ഡെയുമാണ് ഈ വിഷയം പ്രധാനമായും വാർത്താ സമ്മേളനങ്ങളിലൂടെ പുറത്തു കൊണ്ടുവന്നത്. 2 കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമി മിനിറ്റുകൾക്കുള്ളിൽ രാമക്ഷേത്ര ട്രസ്റ്റിന് 18.5 കോടി രൂപയ്ക്ക് മറിച്ചു വിറ്റുവെന്ന ഞെട്ടിക്കുന്ന ആരോപണമാണ് അന്നുയർന്നത്. അന്ന് ആരോപണങ്ങളെ ട്രസ്റ്റ് നിഷേധിച്ച് തടിയൂരി. ഇപ്പോൾ ഭണ്ഡാര സംഭാവന തട്ടിപ്പ് കൂടി പുറത്തു വന്നതോടെ സാക്ഷാൽ യോഗി ആദിത്യനാഥ് വിയർക്കാൻ തുടങ്ങി. CCTV ദൃശ്യങ്ങൾ തെളിവായി പണം എണ്ണുന്ന മുറിയിൽ ജോലി ചെയ്തിരുന്ന അവിനാശ് ശുക്ല എന്നയാളുടെ വീട്ടിൽ നിന്ന് പണം പിടിച്ചെടുത്തതിൻ്റെയും ട്രസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും അവിടം സന്ദർശിച്ചതിൻ്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. പണം മാത്രമല്ല, വജ്രം പതിച്ച സ്വർണ്ണ വെള്ളി ഇഷ്ടികകളും കാണാനില്ല. UP സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ റെയ്ഡിൽ പ്രതികളിൽ നിന്ന് ഏകദേശം 80 ലക്ഷത്തോളം രൂപ പിടിച്ചെടുത്തു കഴിഞ്ഞു. രാമക്ഷേത്രത്തിന്റെ വലിയ ഭണ്ഡാരപ്പെട്ടി അറസ്റ്റിലായ അവിനാശ് ശുക്ലയുമായി ബന്ധപ്പെട്ട യോഗ സെന്ററിൽ നിന്ന് കണ്ടെത്തി. കേസിൽ ഇതിനകം 8 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അവർക്ക് നിയമസഹായം നൽകില്ലെന്ന് അയോധ്യ ബാർ അസോസിയേഷന്റെ പ്രഖ്യാപനം. ഭണ്ഡാരത്തിലെ പണം കാണാതായതിനെ തുടർന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവർ സ്ഥാനമൊഴിഞ്ഞു. ഒന്നും അറിയില്ലെന്ന് മൊഴി നൽകി. ഇതുകൂടാതെ RSS നേതാവും രാമക്ഷേത്ര ട്രസ്റ്റിയുമായ അനിൽ മിശ്ര രാമക്ഷേത്രത്തിലേക്കുള്ള നിയമനത്തിന് കോഴ വാങ്ങിയെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. 125 പേരെയെങ്കിലും മിശ്ര നിയമിച്ചിട്ടുണ്ട്. ഇതിനിടെ രാമക്ഷേത്ര കൊള്ളയുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ചമ്പത് റായ് കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന ആരോപണവുമായി അയോധ്യയിലെ സന്യാസിമാർ രംഗത്ത് വരികയാണ്. രാമക്ഷേത്രത്തിൽ സംഭാവനകൾ തട്ടിയെടുത്തവർക്കെതിരെ ശാപവാക്കുകൾ ചൊരിഞ്ഞ് BJP MLA. കട്ടവർ അർബുദം ബാധിച്ച് വേദനിച്ചു മരിക്കുമെന്ന് MLA പറയുന്ന വീഡിയോ വൈറലായി. ഉന്നാവ് ജില്ലയിലെ പൂർവ്വമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അനിൽ സിംഗ് മൗരാവനിൽ നടത്തിയ BJP പരിപാടിയിലാണ് ശാപമുതിർത്തത്. അതേസമയം ചെറുമീനുകളെ പിടിച്ച് വമ്പൻ സ്രാവുകളെ രക്ഷിക്കും വിധമാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നതെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ആരോപണവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതിനിടെ BJPക്കകത്തെ ഗ്രൂപ്പ് പോരാണോ ഈ പകൽക്കൊള്ള പുറത്തു കൊണ്ടുവരാൻ ഇടയാക്കിയതെന്നും പറയുന്നു. ഇനിയെല്ലാം കലങ്ങി തെളിയുമോ?